ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളൊരു അൺബോക്സിംഗ് ആണ് നോക്കാൻ പോകുന്നത്. ആരെങ്കിലും ഇപ്പോൾ ഒരു ലോ ബഡ്ജറ്റ് ഫോൺ വാങ്ങാൻ ഉദ്ദേശമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ വീഡിയോ അവസാനം വരെ കാണുക. നമ്മളിന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്ന ഫോണ് ഒപ്പോയുടെ A5 2020 എന്ന് പറഞ്ഞൊരു മോഡലാണ്. അപ്പോൾ ഇത് വില കുറവാണ്, അതുപോലെ നമുക്ക് അത്യാവശ്യം നമ്മുടെ എല്ലാ ഫീച്ചേഴ്സും ഇതിൽ അവൈലബിളുമാണ്. അപ്പോൾ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങൾ നമുക്ക് വീഡിയോ കണ്ടു തന്നെ മനസ്സിലാക്കാം. നിങ്ങൾ വീഡിയോ അവസാനം വരെ കാണുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ബോക്സ് അൺബോക്സ് ചെയ്ത് നോക്കാം. ഇത് A5-ൻ്റെ 3GB 64GB വേരിയൻ്റാണ്. ഇതിൽ വേറെ 2 വേരിയൻറ്റും കൂടെ നമുക്ക് അവൈലബിൾ ആണ്. അതായത് 4GB 64GB അതുപോലെ 4GB 128GB നമുക്ക് അവൈലബിൾ ആണ്. പക്ഷേ ഞാനിപ്പോൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് 3GB 64GB ആണ്. നമുക്ക് ബോക്സിനകത്ത് എന്തൊക്കെ ഉണ്ടെന്നുള്ളത് ആദ്യം നോക്കാം. ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ ആദ്യം കാണുന്നത് അതിൻ്റെ പൗച്ചും അതുപോലെ യൂസർ ഗൈഡ്, അതിൻ്റെ ഒരു ചെറിയൊരു പാക്കാണ്. അതിനുശേഷം നമുക്ക് കാണാൻ കഴിയുന്നത് A5-ൻ്റെ നമ്മുടെ ഹാൻഡ്സെറ്റാണ്. അപ്പോൾ ഇതിൽ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത് IPS LCD ഡിസ്പ്ലേ ആണ്. അതുപോലെ 480 നിറ്റ്സ് ആണ് ഇതിൻ്റെ ബ്രൈറ്റ്നസ് വന്നിരിക്കുന്നത്. അതുപോലെ ബിൽഡ് എന്ന് പറയുന്നത് ഗ്ലാസ് ഫ്രണ്ട് ഗൊറില്ല ഗ്ലാസ് 3 ആണ്. പ്ലാസ്റ്റിക് ബാക്കാണ്. അതുപോലെ പ്ലാസ്റ്റിക് ഫ്രെയിമാണ്. ഡുവൽ സിം ആണ്. നാനോ സിം ഡുവൽ സ്റ്റാൻഡ് ബൈ ആണ്. ഇതിൻ്റെ റെസൊല്യൂഷൻ 720x1600 പിക്സലാണ്. അതുപോലെ ഇതിൻ്റെ സ്ക്രീൻ സൈസ് വരുന്നത് 6.5 ഇഞ്ചാണ്. അതുവഴി നമുക്ക് ബോക്സിലുള്ളത് ഒരു ചാർജറാണ്. അതുപോലെ ചാർജർ വന്നിട്ട് USB Type-C ആണ് ചാർജിങ് പോർട്ട് വന്നിരിക്കുന്നത്. നമ്മൾ ആദ്യം എടുത്ത പാക്കിൽ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. അതിനകത്ത് ഒരു സിലിക്കോണിൻ്റെ ഒരു പൗച്ച് വന്നിട്ടുണ്ട്. അതുപോലെ എൻ്റെ 2 യൂസർ ഗൈഡ്, പിന്നെ നമുക്കൊരു സിം ഇജക്ടറിൻ്റെ ഒരു പിന്ന്. ഇത്രയാണ് നമുക്ക് ആ ബോക്സിനകത്ത് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് ഹാൻഡ്സെറ്റിൻ്റെ സ്പെസിഫിക്കേഷൻ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിൻ്റെ വെയിറ്റ് വന്നിട്ട് 195 ഗ്രാമാണ്. അതുപോലെ ഇതിൻ്റെ ഡയമെൻഷൻ വന്നിട്ട് 163.6 × 75.4 × 9.1 mm ആണ്. ഇതിൻ്റെ സെൽഫി ക്യാമറ നോക്കുകയാണെങ്കിൽ ഇത് 8 മെഗാ പിക്സലിൻ്റെ ഒരു സെൽഫി ക്യാമറയാണ്. അതിൻ്റെ അപ്പറേച്ചർ റേഷ്യോ എന്ന് പറയുന്നത് 2.0 ആണ്. അതുപോലെ ഇത് U-കട്ടാണ് ഇതിൻ്റെ ക്യാമറ ഡിസൈന്. ഇതിൻ്റെ ബാക്ക് ഗ്ലോസി ഫിനിഷാണ്. അതുപോലെ ഇതിൻ്റെ ക്യാമറ സെറ്റപ്പ് വന്നിട്ട് കോഡ് ക്യാമറ സെറ്റപ്പാണ്. അത് 12 മെഗാ പിക്സൽ, 8 മെഗാ പിക്സൽ, 2 മെഗാ പിക്സലിൻ്റെ 2 ക്യാമറ. അതിൽ 12 മെഗാ പിക്സൽ വൈഡ് ആംഗിൾ, അതുപോലെ 2 മെഗാ പിക്സൽ 2.4 അപ്പറേച്ചർ റേഷ്യോ ഉള്ള 2 എണ്ണം. അതിലൊന്ന് ഡെപ്ത് സെൻസറുമാണ്. അതേപോലെ ഫിംഗർ പ്രിൻറ്റ് സെൻസർ വന്നിട്ട് റിയർ മൗണ്ടാണ് ഇതിൻ്റെ ഫിംഗർ പ്രിൻറ്റ് സെൻസർ വരുന്നത്. തിക്നെസ്സിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അത്യാവശ്യം നല്ല ഒരു ഫിനിഷിങ്ങോട് കൂടി തന്നെയാണ് ഫോൺ വന്നിരിക്കുന്നത്. അതുപോലെ ഓളിം കീസും അതുപോലെ പവറിൻ്റെ സ്വിച്ചും അതിൻ്റെ 2 സൈഡിലായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ പോർട്ട് Type-C ആണ് പോർട്ട് വന്നിരിക്കുന്നത്. അതുപോലെ ഡ്യുവൽ സ്പീക്കറാണ്. പിന്നെ ഒരു 3.5 mm ഹെഡ്സെറ്റ് ജാക്ക് കൊടുക്കാനുള്ള പോർട്ട് നമുക്ക് ഇതിനകത്ത് വന്നിട്ടുണ്ട്. പക്ഷേ ഈ നമ്മുടെ ബോക്സിനകത്ത് ഹെഡ്സെറ്റ് ഇൻക്ലൂഡിങ് അല്ല. നമുക്കിനി ഓൺ ചെയ്ത് നോക്കാം. ജസ്റ്റ് ഇപ്പം ഫോൺ ഓൺ ആയിട്ടുണ്ട്. ഇതിൻ്റെ ബാറ്ററി കപ്പാസിറ്റി എന്ന് പറയുന്നത് 5000 mAh ആണ് ഇതിൻ്റെ ബാറ്ററി കപ്പാസിറ്റി. അതുപോലെ റിവേഴ്സ് ചാർജിങ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ബ്ലൂടൂത്ത് വെർഷൻ വന്നിട്ട് ബ്ലൂടൂത്ത് വെർഷൻ 5 ആണ്. വൈഫൈ അവൈലബിൾ ആണ്. അതുപോലെ GPS ഉണ്ട്, NFC ഉണ്ട്, FM റേഡിയോ ഉണ്ട്. പിന്നെ നമുക്ക് പറയാനുള്ളത് ഇതിൻ്റെ പ്രോസസ്സറാണ്. ഇതിൻ്റെ പ്രോസസ്സർ വന്നിട്ട് സ്നാപ്ഡ്രാഗൻ്റെ 665 പ്രോസസ്സറാണ്. 11nm ചിപ്സെറ്റാണ്. അതുപോലെ ഒക്ടാ കോറാണ്. 4x20 GHz കോറാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ GPU വന്നിട്ട് Adreno 610 ആണ്. ഇതിൻ്റെ ഏകദേശം ഇനിഷ്യൽ സെറ്റപ്പ് പ്രോസസ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫോണിൻ്റെ ഇൻബിൽറ്റ് അകത്തുള്ള എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ടെന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിൽ ആൻഡ്രോയിഡ് വെർഷൻ Android 9 ആണ്. അതുപോലെ ColorOS 6 ആണ് ഇതിൻ്റെ UI സോഫ്റ്റ്വെയർ വന്നിരിക്കുന്നത്. ഫസ്റ്റ് നമ്മൾ ഓപ്പൺ ആക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഹോം സ്ക്രീനിൻ്റെ ലേ ഔട്ട് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ഇനി അതിൻ്റെ സെറ്റിങ്സിനകത്ത് എന്തൊക്കെ ഫങ്ഷൻസ് ഉണ്ടെന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇതിൽ ഡ്യുവൽ സിമ്മാണ്, വൈഫൈ, ബ്ലൂടൂത്ത്, പിന്നെ അതർ വയർലെസ് കണക്ഷൻസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബ്ലൂടൂത്ത് ടെത്തറിങ്, വൈഫൈ ടെത്തറിങ്, അതുപോലെ DLNA,
വൈഫൈ ഡയറക്റ്റ് തുടങ്ങിയ ഓപ്ഷൻസ് എല്ലാം നമുക്ക് അതിനകത്ത് അവൈലബിൾ ആണ്. അതായത് ഈ ചെറിയൊരു ബേസ് മോഡലിൽ തന്നെ നമുക്ക് ഈ എല്ലാ ഫീച്ചേഴ്സും ഇതിനകത്ത് നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് നോക്കാനുള്ളത് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ആൻഡ് സ്റ്റാറ്റസ് ബാറാണ്. അതിനകത്ത് ബാറ്ററി പെർസെൻറ്റേജും അങ്ങനത്തെ കുറച്ച് ഓപ്ഷൻസാണുള്ളത്. പിന്നെ ഉള്ളത് ഡിസ്പ്ലേ ആൻഡ് ബ്രൈറ്റ്നസ് ആണ്. അതിൽ നമ്മുടെ ഡിസ്പ്ലേയുടെ ബ്രൈറ്റ്നസിൻ്റെ സെറ്റിങ്സ്, അതുപോലെ ഫോണ്ട് സൈസ്, ഓട്ടോ റൊട്ടേറ്റ്, ഫുൾ സ്ക്രീൻ ഡിസ്പ്ലേ അങ്ങനത്തെ ഓപ്ഷൻ സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഹോം സ്ക്രീൻ ആൻഡ് ലോക്ക് സ്ക്രീൻ. അതിലാണ് നമുക്ക് ഹോം സ്ക്രീനിൻ്റെ ഡ്രോയറിൻ്റെ മോഡ്, അതായത് സ്റ്റാൻഡേർഡ് മോഡ്, ഡ്രോയർ മോഡ്, അതിലേതാണെന്നുള്ളത് സെറ്റ് ചെയ്യാം. അതുപോലെ സ്റ്റാർട്ടപ്പ് ക്ലോസിങ് ആപ്ലിക്കേഷൻ്റെ സെറ്റിങ്സ്. പിന്നെ ഉള്ളത് സൗണ്ട് ആൻഡ് വൈബ്രേഷൻ. അതിൽ നമുക്ക് കോളിൻ്റെയും അതുപോലെ നോട്ടിഫിക്കേഷൻ്റെയൊക്കെ വോളിയം അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അതുപോലെ ഇതിനകത്ത് ഡോൾബി അറ്റ്മോസിൻ്റെ ഓപ്ഷൻസും കൂടെ നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആണ്. നമുക്ക് ഇതിനകത്ത് ലോക്ക് സെറ്റ് ചെയ്യാനുള്ളത് ഫിംഗർ പ്രിൻറ്റും ഫേസ് അൺലോക്കുമാണ് നമുക്കുള്ളത്. അതുപോലെ പാറ്റേണും ബാക്കി ഡീറ്റെയിൽസും നോർമലി ഉള്ളതുപോലെ ഉണ്ട്. പിന്നെ സ്മാർട്ട് സർവീസസ്, സ്മാർട്ട് ഡ്രൈവിംഗ്, സ്മാർട്ട് അസിസ്റ്റൻറ്റ്, ആ 2 ഓപ്ഷൻസ് നമുക്കിതിൽ അവൈലബിൾ ആണ്. പിന്നെ കൺവീനിയൻസ് എയ്ഡ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അതായത് ഡിസേബിലിറ്റി ഉള്ളവർക്കൊക്കെ യൂസ് ചെയ്യാനുള്ളതാണ്. അത് നാവിഗേഷൻ കീ, അസിസ്റ്റീവ് ബാൾ, അത് നമ്മളെല്ലാ ഫോണിലും ഉള്ള ഫീച്ചേഴ്സ് തന്നെ. ഇതിൽ അതിൻ്റെ പേര് നെയിം മാത്രം ചേഞ്ച് ആയിട്ടുണ്ടെന്നുള്ളൂ. അത് കഴിഞ്ഞ് ഫ്ലോട്ടിംഗ് വിൻഡോസ് ഉണ്ട്. അത് നമുക്ക് ആപ്ലിക്കേഷൻസ് ഫ്ലോട്ടിംഗ് വിൻഡോസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഫൈൻഡ് മൈ ഡിവൈസ്, പേയ്മെൻറ്റ് പ്രൊട്ടക്ഷൻ, എമർജൻസി SOS, ആപ്പ് ലോക്ക്, ഇൻബിൽട്ട് ആയിട്ട് തന്നെ ആപ്പ് ലോക്ക് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് ആപ്പ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അതുപോലെ കിഡ് സ്പേസ്, കുട്ടികൾക്ക് നമ്മൾ കളിക്കാനായിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കിഡ് സ്പേസ് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ള ഇതൊന്നും അവർക്ക് ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ പ്രിവെൻറ്റ് സ്ക്രീൻ ഗാർഡ്, അങ്ങനത്തെ ഓപ്ഷൻസ്, സെക്യൂരിറ്റി ആയിട്ടുള്ള കുറച്ച് ഓപ്ഷൻസ് അതിനകത്തുണ്ട്. പിന്നെ നമ്മുടെ ഡിവൈസ് ആൻഡ് പ്രൈവസിക്കകത്ത് നമ്മുടെ ഗൂഗിളിൻ്റെ അൺനോൺ സോഴ്സ് ഇൻസ്റ്റലേഷൻ, സ്റ്റോറേജ് ടൈപ്പ്, സ്ക്രീൻ പിന്നിങ്, അതുപോലെ ബാറ്ററി ഞാൻ പറഞ്ഞായിരുന്നു 5000 mAh ആണ്. സ്മാർട്ട് പവർ സേവ് മോഡും ഇതിനകത്ത് ഇൻബിൽട്ടായിട്ട് പവർ സേവ് മോഡും അവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉള്ളത് ലാംഗ്വേജ് ആൻഡ് റീജിയൻ ആണ്. നമുക്കതിനകത്ത് ലാംഗ്വേജ് സെലക്ട് ചെയ്യാൻ പറ്റും. അഡീഷണൽ സെറ്റിങ്സിനകത്താണ് ഡേറ്റ് ടൈം അങ്ങനത്തെ ഓപ്ഷൻസ്, സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്, അബൌട്ട് ഫോണ്, അതുപോലെ ആപ്പ് ക്ലോണർ ഉണ്ട്. നമുക്ക് ഇപ്പോൾ ഡുവൽ ആപ്പ് ആയിട്ട് യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ആപ്പ് ക്ലോണർ വഴി യൂസ് ചെയ്യാം. അതുപോലെ സ്പ്ലിറ്റ് സ്ക്രീൻ, അതായത് ഡുവൽ സ്ക്രീന്, നമുക്ക് 2 ആപ്ലിക്കേഷൻ അറ്റ് എ ടൈമിൽ ഒരു സ്ക്രീനിൽ യൂസ് ചെയ്യാം. മൾട്ടി വിൻഡോ ആണ്. അതിൽ ഇതിനകത്ത് ആപ്പ് സ്പ്ലിറ്റ് സ്ക്രീൻ എന്നുള്ള നെയിമിലാണെന്നേ ഉള്ളൂ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ സെറ്റിങ്സിനകത്തുള്ള ഫീച്ചേഴ്സ്. പിന്നെ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ ബാർ നമുക്ക് നോക്കുകയാണെങ്കിൽ അത് കളർ വോയിസിൻ്റെ UI ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു നീറ്റ്നെസ് നമുക്ക് ഇതിനകത്ത് ഫീൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഇതിൻ്റെ എബൌട്ട് ഫോൺ എന്ന് പറഞ്ഞിട്ട് സെറ്റിങ്സ് ആണ്. അപ്പോൾ എബൌട്ട് ഫോണിനകത്ത് നമുക്ക് നമ്മുടെ ഡിവൈസിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. മോഡൽ നമ്പർ, കളർ വോയിസിൻ്റെ വെർഷൻ, അതുപോലെ ഡിവൈസ് നെയിം, ആൻഡ്രോയിഡ് വെർഷൻ, പ്രോസസ്സർ ഏതാണ്, ക്വാൾകോം സ്നാപ്ഡ്രാഗൺ 665, റാം എത്ര GB ആണെന്നുള്ളത്, ഡിവൈസ് സ്റ്റോറേജ്, അങ്ങനത്തെ ഓപ്ഷൻസ് എല്ലാം നമുക്ക് എബൌട്ട് ഫോണിനകത്ത് അറിയാൻ പറ്റും. ഇനി നമുക്കിതിൻ്റെ ക്യാമറ എങ്ങനെ നോക്കാം. ഇതിൻ്റെ ഫോട്ടോ ഒക്കെ നമുക്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ എടുക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ പോർട്രേറ്റ് മോഡ്, വീഡിയോ മോഡ്, HDR സെറ്റിങ്സ് അവൈലബിൾ ആണ്. അതുപോലെ പാനോരമ മോഡ് അവൈലബിൾ ആണ്. ഡേസിൽ കളർ, അതുപോലെ ഫിൽറ്റേഴ്സ് അവൈലബിൾ ആണ് ഇതിനകത്ത്. അങ്ങനെ അത്യാവശ്യം ക്യാമറയുടെ ഓപ്ഷനിലോട്ട് നമുക്ക് പോയാലും അത്യാവശ്യം നല്ല കുറച്ച് ഫീച്ചേഴ്സ് അതിനകത്ത് അവൈലബിൾ ആണ്. എടുത്തു പറയേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് പ്രോ മോഡും നമുക്ക് ഇതിൽ ക്യാമറ ഫീച്ചേഴ്സിൽ നമുക്ക് അവൈലബിൾ ആണെന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഓവറോൾ ഫീച്ചേഴ്സും അതിൻ്റെ പ്രൈസ് റേഞ്ച് വരുന്നത് 9990 രൂപയാണ്. ആ റേഞ്ചിൽ ഇതൊരു നല്ല ഫോണാണ്. പക്ഷേ ഇതിൻ്റെ യൂസേജിൽ നമുക്ക് അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് അറിയാൻ പറ്റുള്ളൂ. ടോട്ടൽ അതിൻ്റെ സ്പെക്കും ബാക്കി ബിൽഡ് ക്വാളിറ്റിയും അതുപോലെ ലുക്ക് വൈസും എല്ലാം ഇത് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു നല്ല ഫോണാണെന്ന് ഞാൻ പറയത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും എന്നെ തിരിച്ചും സപ്പോർട്ട് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി കാണാം. അതുവരേക്കും ഗുഡ് ബൈ.